വിശുദ്ധ ഖുർആനിന്റെ കോപ്പികളിൽ നിന്ന് അടർന്നു വീഴുന്ന വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തീരെ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല, അത്രക്കും കീറിപ്പറിഞ്ഞിരിക്കുന്നു, അത് ഇനി ഉപയോഗിക്കുവാൻ സാധ്യമല്ലാത്ത നിലക്ക് അത് ഉപയോഗശൂന്യമായിരിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇന്ന് പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. മറ്റു പുസ്തകങ്ങളുടെ പേജുകളെ പോലെ അവിടെയും ഇവിടെയുമൊക്കെ അലക്ഷ്യമായി വാരി വിതറുന്ന ഖേദകരമായ സങ്കടകരമായ കാഴ്ചയാണെന്ന് പല വീടുകളിലും, എന്തിനു പറയുന്നു, പല മസ്ജിദുകൾക്കകത്തു പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണം എന്നീ വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിലുള്ളതോ നമ്മുടെ വീടുകളിലുള്ളതോ ഒക്കെയായ മുസ്ഹഫുകളിൽ നിന്ന് ഒരു പേജ് അടർന്നു വീണാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ അത് കാണണം. അത് തൽസ്ഥാനത്ത് ഫിറ്റ് ചെയ്യണം, തൽസ്ഥാനത്ത് അത് വെക്കണം, തുന്നി ചേർക്കണം. അങ്ങനെ കേടുപാടുകൾ തീർത്ത് പേജുകളെല്ലാം തൽസ്ഥാനത്തേക്ക് തുന്നി ചേർത്ത് റീബൈൻഡിങ് നടത്തുവാൻ നമുക്ക് സാധ്യമുള്ള വിധത്തിലാണെങ്കിൽ, പള്ളികളിലാണെങ്കിൽ അതിന്റെ അധികാരികളും വീടുകളിലാണെങ്കിൽ വീട്ടിന്റെ ഉടമയും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി അതിനെ പരിപാലിക്കേണ്ടതുണ്ട്. യാതൊരു സംശയവും വേണ്ട. ഇനി അതേ അവസരത്തിൽ തീർത്തും ഉപയോഗശൂന്യമായിരിക്കുന്നു, റീബൈൻഡിങ് കൊണ്ടും അത് ഇനി ഉപയോഗിക്കാനാവില്ല. എന്ത് ചെയ്യണം? അവിടെയും ഇവിടെയുമായി അലക്ഷ്യമായി നമ്മൾ വാരി വെതറി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂട്ടിയിടരുത്. അത്രയും ഉപയോഗശൂന്യമായവ രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ അത് ഭദ്രമായി എന്ത് ചെയ്യുക, നമ്മൾ ആ ഖുർആനോടുള്ള എല്ലാ ആദരവും പാലിച്ചുകൊണ്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കുഴി കുത്തി അതിൽ കുഴിച്ചു മൂടുക. ആളുകൾ ചവിട്ടി നടക്കുന്ന വിധത്തിൽ പുറത്തു വരാതെ, അതുപോലെ തന്നെ മറ്റുള്ള മാലിന്യങ്ങളോ വേസ്റ്റുകളോ കൊണ്ടുപോയി തള്ളുന്ന ഇടങ്ങളിലൊന്നും അല്ലാതെ പവിത്രമായ ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന, നമുക്ക് തോന്നുന്ന ആ വിധത്തിലുള്ള ശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ഇത്തരത്തിലുള്ള നല്ല വിശുദ്ധ ഖുർആനിന്റെ ഈ ഉപയോഗശൂന്യമായ പേജുകൾ നമ്മൾ എന്ത് ചെയ്യണം? കുഴിച്ചു മൂടുകയാണ് വേണ്ടത്. ആഴത്തിൽ കുഴിയുണ്ടാക്കി കുഴിച്ചു മൂടുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മാർഗം, അതാണ് കൂടുതൽ നമുക്ക് പ്രമാണങ്ങളോട് കൂടുതൽ നമുക്ക് യോജിച്ച് കാണുന്ന ഒരു മാർഗം. അതെന്താണ്? കത്തിച്ചു കളയലാണ്. അത്തരം കോപ്പികൾ നമ്മൾ കത്തിച്ചു കളയുക. നന്നായി കത്തുന്ന വിധത്തിൽ പെട്രോൾ ഒഴിച്ച് നമ്മൾ കത്തിക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം? കത്തിച്ചാലും ഇന്ന് നമ്മൾ ഖുർആനിന്റെ ഉപയോഗശൂന്യമായ കോപ്പികളോ മുസ്ഹഫുകളോ ഒക്കെ കത്തിച്ചാലും പലപ്പോഴും ആ ചാരക്കൂമ്പാരത്തിനിടക്ക് അതിലെ പല വചനങ്ങളും അതിൽ ബാക്കിയുണ്ടാകും. മുഴുവനായി നശിച്ചു പോയിട്ടുണ്ടാവില്ല, കത്തി തീർന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതെടുത്തുകൊണ്ട് അത് ഉപയോഗശൂന്യമായി അവിടെ അതിന്റെ ചാരങ്ങൾ വാരി വിതറും. പാടില്ല. അത് പൂർണ്ണമായ നിലക്കും കത്തി തീർന്നിട്ടുണ്ട്, തീർത്തും അത് കത്തി ചാമ്പലായിട്ടുണ്ട്, ചാരമായിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യമാകുന്ന വിധത്തിൽ നമ്മൾ അതിനെ കരിച്ചു കളയണം. എന്നിട്ട് അത് വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. എന്താണ് ഇതിനുള്ള തെളിവ്?